ഹായ് ഗായ്സ്, വെൽക്കം ടു എക്സൻ പ്രൈവറ്റ് ലിമിറ്റഡ്. എക്സനിന്റെ ഏറ്റവും പുതിയ ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തമിഴിൽ കണ്ട പോലെ നമ്മൾ നോക്കാൻ പോകുന്നത് ചാറ്റ് ജി പി ടി അതുപോലെ തന്നെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാറ്റ് ജി പി ടി പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, നമ്മളെ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ നമ്മളുടെ മൈൻഡിലേക്ക് വരുന്ന രണ്ട് ലെറ്റേഴ്സ് ഉണ്ട്. അതായത് ഈ രണ്ട് ലെറ്റേഴ്സ് ഒഴിച്ചു കൊണ്ടിട്ട് നമുക്കൊരു ഫ്യൂച്ചറിനെ സ്വപ്നം കാണാൻ പറ്റില്ല. ആർക്കും ആർക്കും സ്വപ്നം കാണാൻ പറ്റില്ല. അതായത് ഒന്ന് എയും പിന്നെ ഒന്ന് ഐയോ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ AI. അതെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാത്തിലും എല്ലാ തരത്തിലും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ ഫീൽഡിലാവട്ടെ, ഓട്ടോമൊബൈൽ സെഗ്മെന്റ് ആവട്ടെ, ഏത് ഫീൽഡിലാണെങ്കിലും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി അപ്ലൈ ചെയ്തതിനുള്ള ഗുണം എന്താണ്? ഒന്ന്, നമ്മളെ ടൈം സേവിങ് ആണ്. പിന്നെ മണി സേവിങ് ആണ്. ഒരുപാട് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഇതൊക്കെയാണ് ഇതിന്റെ പോസിറ്റീവ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി ബൂമിങ് ആവാനുള്ള പോസിറ്റീവ്സ് ഞാൻ പറഞ്ഞ വളരെ ചുരുക്കം പോസിറ്റീവ്സ് ആണ്. അതുപോലെ തന്നെ വരുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആപ്ലിക്കേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ആണ് എന്ത് ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത്. അപ്പൊ ചിലവർക്ക് സംശയമുണ്ട്, എന്താണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്? ഈ ചാറ്റ് ജി പി ടി എങ്ങനെ എങ്ങനെ പ്രോപ്പർലി യൂസ് ചെയ്യാം എന്നുള്ള ഇൻസ്ട്രക്ഷൻസിനെയാണ് എന്ത് പറയുന്നത്, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾക്ക് വേണ്ട നമ്മളുടെ റിക്വയർമെന്റ് അനലൈസ് ചെയ്തിട്ട് ആ പ്രോപ്പർ റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ്, ആ ഇൻസ്ട്രക്ഷൻസിനെയാണ്, ആ ഒരു പാത്ത് അല്ലെങ്കിൽ ആ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് എന്ന് പറയുന്നത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാറ്റ് ജി പി ടി എങ്ങനെ നല്ല ഭംഗിയായിട്ട് നമ്മൾക്ക് യൂസ് ചെയ്യാം, അതായത് നമ്മളുടെ ആൻസറിലേക്ക് നമ്മൾക്ക് വേണ്ട രീതിയിൽ നമുക്ക് എങ്ങനെ ഇതിനെ യൂസ് ചെയ്യാം, ആ യൂസ് ചെയ്യുന്ന ആ ഒരു ആ ഒരു പാത്തേനെയാണ് എന്ത് പറയുന്നത്, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നതാണ്. ഓക്കെ, ഇതിന്റെ ടെക്നിക്കൽ ടേംസിലേക്കൊക്കെ നമുക്ക് പോകാം. ആ കാര്യം ഞാനിത് പറയുന്നത് ഒരുപാട് പേർക്ക് ഐഡിയ ഇല്ലാത്തവരുണ്ടാവും, ഇതിനെ പറ്റിയിട്ട് അറിയില്ലാത്തവരുണ്ടാവും. അപ്പൊ ബേസിക് ആയിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഞാൻ ചെയ്താണത്. ഓക്കെ, അപ്പൊ ഞാൻ എന്താ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്കൊരു ലൈവ് എക്സാമ്പിൾ ഫസ്റ്റ് തന്നെ ഞാൻ ലൈവ് എക്സാമ്പിൾ കാണിക്കാൻ പോവാം. ഓക്കെ, ആ ലൈവ് എക്സാമ്പിൾ കണ്ടതിന് ശേഷം നമുക്ക് എന്താ കുറച്ച് ടെക്നിക്കൽ ടേംസിലേക്ക് പോവാം. അതും വളരെ സിമ്പിൾ ആയിട്ടായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള എക്സ്പ്ലനേഷൻ തന്നെ ആയിരിക്കും. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഗൂഗിൾ ക്രോമിലേക്ക് ഒന്ന് പോവാം. അതായത് നിങ്ങളുടെ സെർച്ച് എഞ്ചിൻ ഏതാണോ, ഗൂഗിൾ ക്രോമോ whatever നിങ്ങൾക്ക് ഉള്ളത്, അപ്പൊ ആ ഒരു സെർച്ച് എഞ്ചിനിലേക്ക് നമുക്ക് പോവാം. ഞാനിപ്പോ ഗൂഗിൾ എടുത്തു, ഗൂഗിൾ ക്രോം എടുത്തു. ഓക്കെ, എടുത്തതിന് ശേഷം സെർച്ച് ബാറിൽ എന്ത് സെർച്ച് ചെയ്യണം? ചാറ്റ് ജി പി ടി ഞാൻ നേരത്തെ സെർച്ച് ചെയ്തതുകൊണ്ട് ഞാൻ ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്തു. ഓക്കെ, എനിക്ക് ഒരു രണ്ട് ഓപ്ഷൻ ഉണ്ട്, ലോഗിൻ ഉണ്ട്, സൈനപ്പ് ഉണ്ട്. അപ്പൊ എനിക്ക് ലോഗിൻ ചെയ്യാം. ഞാൻ നേരത്തെ എക്സിസ്റ്റിംഗ് യൂസർ ആണെങ്കിൽ എനിക്ക് ലോഗിൻ ചെയ്താൽ മതി. അതല്ല ഞാൻ ആദ്യമായിട്ടാണ് ചാറ്റ് ജി പി ടിയിൽ കയറുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് സൈനപ്പ് ചെയ്യണം. ഓക്കെ, യൂഷ്വലി നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പ്രോസസ്സ് തന്നെയാണെങ്കിൽ ഞാൻ സൈനപ്പ് കൊടുത്തു. കണ്ടോ, കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ഞാൻ കൊടുക്കുകയാണ്. ഞാനിപ്പോ ഈ അക്കൗണ്ട് കൊടുത്തു. ബർത്ത്ഡേ ചോദിക്കുന്നുണ്ട്. ഞാനൊരു റാൻഡം ഡേറ്റ് ഇപ്പൊ കൊടുക്കുകയാണ്. മന്ത് 03. ഞാനപ്പോ എന്റെ നമ്പർ കൊടുക്കുകയാണ്. വാട്സാപ്പ് ഉണ്ടെങ്കിൽ വാട്സാപ്പ് കൊടുക്കുക, എസ് കൊടുക്കുക. വാട്സാപ്പിലേക്ക് ഒരു കോഡ് SMS വരും. നിങ്ങൾ കൊടുത്ത വാട്സാപ്പ് നമ്പർ ഒന്ന് ചെക്ക് ചെയ്യാം. എനിക്ക് വന്നു.
ഞാൻ ആ കോഡ് എൻ്റർ ചെയ്യാണ്. ഓക്കെ, പ്രോസസ്സിംഗ് ആയി. കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് കിട്ടുന്നത്. ഇതാണ് എന്താ ചാറ്റ് GPT എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിലെ ഓരോ കാര്യങ്ങളും ഇനി നോക്കാം. അതായത് എനിക്ക് മുകളിൽ തന്നെ എന്താ GPT 3.5 ഉണ്ട്, GPT 4 ഉണ്ട്. GPT 3.5 എന്ന് പറയുമ്പോൾ പെയ്ഡ് വേർഷൻ അല്ല, ഫ്രീ വേർഷൻ ആണ്. GPT 4 വരുമ്പോഴേക്ക് പെയ്ഡ് വേർഷൻ ആണ്. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GPT 3.5-ക്കാളും കൂടുതൽ ആക്യുറേറ്റ് ആയിരിക്കും GPT 4 എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഇമേജ് പ്രോസസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൽ ഇമേജ് പ്രോസസ് ചെയ്യാൻ പറ്റില്ല, ടെക്സ്റ്റ് മാത്രമേ കൊടുക്കാം, ഇൻപുട്ട് ടെക്സ്റ്റ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. GPT 4-ൽ ഇൻപുട്ട് ആയിട്ട് നമുക്ക് ഇമേജസും പ്രോസസ് ചെയ്യാൻ പറ്റും. ഒപ്പം കുറച്ച് പ്ലഗിൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ടിക്കറ്റ് ബുക്കിംഗ്സിനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് പ്ലഗിൻസ് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ GPT 4-ൽ വരുന്നുണ്ട്. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ആയിരിക്കും 4-ൽ വരുന്നത്. ഓക്കെ, അത് പെയ്ഡ് യൂസ് ആണ്. നമ്മൾ ഇന്ന് ഇവിടെ നോക്കുന്നത് GPT 3.5 തന്നെയാണ്. ഓക്കെ, ബേസിക് ഓപ്പറേഷൻസ് ഒക്കെ സെയിം ഇതുപോലെ തന്നെയാണ്. അഡീഷണൽ ഞാൻ പറയുന്ന കുറച്ച് കോഡ് ഇന്റർപ്രറ്റർ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇന്റർഫേസ്. അതിന് താഴെ കണ്ടോ കുറച്ച് ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു സെർച്ച് ബാർ ഉണ്ട്. നമുക്കിവിടെ ടെക്സ്റ്റ് ഇൻപുട്ട് കൊടുക്കാം. ടെക്സ്റ്റ് ഇൻപുട്ട് കൊടുക്കാം. ഞാനപ്പോ ഇതാണ് ചാറ്റ് GPT എന്ന് പറയുന്നത്. ഞാൻ കമ്പയർ ചെയ്യുന്നത്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കമ്പയർ ചെയ്യുന്നത് ചാറ്റ് GPTയും അതുപോലെ തന്നെ ഗൂഗിളുമായിട്ട്. ഓക്കെ, ഞാനിവിടെ തൊട്ടടുത്ത സെർച്ച് ബാറിൽ ഗൂഗിൾ എടുത്തു. എടുത്തതിന് ശേഷം ഞാൻ എന്താ ചെയ്യുക, ഞാൻ ഒരു കോൾഡ് കോഫി എങ്ങനെയാ കോൾഡ് കോഫി വീട്ടിൽ ഉണ്ടാക്കുന്നത് നോക്കാം. How to make a cold coffee at home. എനിക്ക് റിസൾട്ട് വന്നേക്കാണ്. ഒരു 3 യൂട്യൂബ് വീഡിയോസ് മേളിൽ വന്നിട്ടുണ്ട്. താഴെ എന്താ ഒരു ഡയറക്റ്റ് ഒരു ബ്ലോഗിലേക്ക് പോവാം. അതിലും ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും ഇൻഗ്രീഡിയൻസ്. അപ്പൊ ഞാനിത് നേരെ ക്ലിക്ക് ചെയ്തു, താഴെ പോയി സ്ക്രോൾ ചെയ്തു, കാർഡ് ലോഡ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാണ്. കണ്ടോ, ഇതിവിടെ റെസിപ്പീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യുന്നത്, ഞാനിപ്പോ എനിക്കൊരു റിസൾട്ട് വന്നു. ആ റിസൾട്ടിൽ നിന്ന് ഞാൻ വേറൊരു പേജിലേക്ക് തന്നെ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യാണ് ഗൂഗിള്. ഞാനിത് ഈ സെയിം ചോദ്യം ഞാനിവിടെ ചോദിക്കാം. ഞാനിവിടെ ഞാൻ ഈ സെയിം ചോദ്യം ഇവിടെ തന്നെ ചോദിക്കും. ഞാനിത് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, റിസൾട്ട് എന്താ വരിക നോക്കാം. ഇത് കണ്ടോ, എനിക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടിയേക്കാണ്. ഇൻഗ്രീഡിയൻസ് എന്താണോ, പിന്നെ ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയൊക്കെയാണ് എനിക്ക് ഞാൻ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ എടുക്കേണ്ട മെഷേഴ്സ് എന്തൊക്കെയാണ്, ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് പോയിന്റ് ഔട്ട് ചെയ്ത് താഴെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നിരിക്കുകയാണ്. മനസ്സിലായോ? ഇവിടെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഡയറക്റ്റ് ഒരു ആൻസറിലേക്ക് എത്താനായിട്ടുള്ള ബുദ്ധിമുട്ട്, ലൈക്ക് ആ ഒരു ആൻസറിലേക്ക് നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് എത്താനായിട്ടുള്ള ബുദ്ധിമുട്ട്. ഇവിടെ എന്താണ്, നമ്മൾ ഒരു സെർച്ച് കൊടുത്തു, അപ്പൊ തന്നെ നമ്മൾക്ക് റിസൾട്ട് കിട്ടുകയാണ്. ഇതാണ് ചാറ്റ് GPTയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ലെസ് ടൈം കൺസ്യൂമിങ് ആണ്. ടൈം കൺസ്യൂം ചെയ്യുന്നില്ല കമ്പയർ ടു ഗൂഗിൾ. മനസ്സിലായോ? അതായത് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ സെർച്ച് റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ടൈം. അപ്പോൾ ഇതുകൊണ്ടാണ് എന്താ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ ചാറ്റ് GPT എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് ബൂമിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അതായത് റിലീസ് ചെയ്ത് നിസ്സാര ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരുപാട് യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ്.
അതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയും ഇത് തന്നെ. നമുക്ക് വേണ്ട ആൻസർ എന്താണോ അക്യുറേറ്റ് ആയിട്ട് നമ്മളുടെ മുമ്പിൽ തന്നെ അധികം നമ്മൾ അതിനു വേണ്ടി തെരഞ്ഞെടുപ്പ് നടക്കാണ്ട് ഡയറക്റ്റ് നമ്മളുടെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കൊണ്ടുവന്നു. അത് ഞാനിപ്പോ ഈ കൊടുത്തിരിക്കുന്ന ആ ഒരു ഇൻസ്ട്രക്ഷനെ കണ്ടു, ഹൗ ടു മേക്ക് എ ഫുൾ കോപ്പി അറ്റ് ഹോം. ഈ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷനെയാണ് എന്ന് പറയുന്നത് പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇനി തൊട്ട് പ്രോംപ്റ്റ് എന്നായിരിക്കും പറയാം. പ്രോംപ്റ്റ് എന്ന് പറയും. ഞാൻ ഈ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എന്താണോ ആ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിന്റെ പേരാണ് പറയുകയാണ് പ്രോംപ്റ്റ് എന്നാണ് പറയുക. ഓക്കെ, ഞാനിപ്പോ ഇതിൽ തന്നെ ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ഈ ഒരു സ്റ്റോറി അറിയാം നമുക്ക്. ഇപ്പോ ഫൗണ്ടിങ് സ്റ്റോറി ഓഫ് ഗൂഗിൾ കൊടുക്കുകയാണ്. എന്ത് വരും നോക്കാം. കണ്ടോ, വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് വരികയാണ്, റിസൾട്ട് വരികയാണ്. നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് റിസൾട്ട് വരിക. എനിക്കപ്പോ ഞാൻ പറയാണ് ഇത്രയും ഒന്നും എനിക്ക് വേണ്ട, ഇത്രയും എനിക്ക് വായിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്താ പറയാ, ഇതിനോട് ഞാനൊരു കാര്യം കൂടി ആവശ്യപ്പെടുകയാണ്. പ്ലീസ് മേക്ക് ഇറ്റ് ഇൻ make this in a paragraph. Okay, അപ്പോൾ അത് ചെയ്യാണ്. എന്റെ ആവശ്യം മനസ്സിലാക്കിയിട്ട് അത് പാരഗ്രാഫിലാക്കിയിട്ട് തരികയാണ്. ഇത്രയും എനിക്ക് വായിക്കാൻ മടിയായി, അപ്പൊ ഞാൻ പറയാണ് ഈ പാരഗ്രാഫിൽ മതി. സോ ChatGPT എന്ത് ചെയ്തു, ഞാനിത് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഈ കൊടുത്ത് ഞാൻ ആദ്യം കൊടുത്ത് ഫൗണ്ടിങ് സ്റ്റോറി ഓഫ് ഗൂഗിൾ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് വന്നു. ഞാൻ വീണ്ടും ഗൂഗിളിന്റെ ഫൗണ്ടിങ് സ്റ്റോറി പാരഗ്രാഫിലാക്കി തരൂ എന്നല്ല ചോദിച്ചത്. ഞാൻ എന്താ ഇതിന് ഫോളോ അപ്പ് ആയിട്ട് ഡയറക്ട്ലി ഞാൻ എന്താ താഴെ കൊടുത്തത്, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാണ്ട് തന്നെ എന്താ ചെയ്തത്, ഞാൻ ഇതൊന്ന് പാരഗ്രാഫിലാക്കി തരൂ എന്നാണ് ചോദിച്ചത്. അപ്പൊ എന്താ ഫോളോ അപ്പ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ ലഭിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഗൂഗിളിലെ പ്രോസസ്സിലല്ല. അതായത് ഇപ്പൊ ഈ നടക്കുന്ന പ്രോസസ്സ് എന്താണ്, കോൺവെർസേഷൻ ടൈപ്പിൽ നടക്കുന്ന പ്രോസസ്സാണ്. ഇതാണ് ChatGPT എന്ന ബേസിക് ഓപ്പറേഷൻ. ChatGPT നടക്കുന്ന ബേസിക് ഓപ്പറേഷൻ. അതായത് നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുക, ആ പ്രോംപ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ നമ്മൾ എടുക്കുക, നമുക്ക് ഡയറക്റ്റ് ആൻസേഴ്സ് ലഭിക്കുക. ഇതാണ് ബേസിക് ഓപ്പറേഷൻ ഒരു ChatGPT നടക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ നോക്കിയതെല്ലാം വളരെ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോംപ്റ്റ് കൊടുത്തിട്ട് എങ്ങനെയാണ് ChatGPT പ്രവർത്തിക്കുന്നത് എന്ന് മാത്രമാണ് നമ്മളിപ്പോ നോക്കിയത്. അതിനുശേഷമാണ് ഇതിന്റെ നമ്മൾ ചെറിയ ചെറിയ ഡീറ്റെയിലിംഗിലേക്കൊക്കെ പോയത്. ഓക്കെ, ഇനി നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഇത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്, ടെക്നിക്സ് ആണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൽ യൂസ് ചെയ്യുന്ന. അതായത് നമ്മൾ എങ്ങനെ പ്രോംപ്റ്റ് യൂസ് ചെയ്യണം, എങ്ങനെ അതും നമ്മൾക്ക് ഒരു നമുക്കൊരു ആൻസറിന് വേണ്ടിയിട്ടായിരുന്നല്ലോ നമ്മൾ ഈ സിസ്റ്റത്തിനായിട്ട് റീച്ച് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ആൻസറിലേക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും, ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ആൻസർ കിട്ടും. അപ്പൊ അതിലൊക്കെ ഓരോ ടെക്നിക്സ് ഉണ്ട്, യൂസ് ചെയ്യുന്ന ഓരോ ടെക്നിക്സ് ഉണ്ട്. നമുക്ക് ഇനിയും എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ChatGPT എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റ് ഇനിയും എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് വളരെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ, ബാക്കിയുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, നെക്സ്റ്റ് വീഡിയോസിലായിരിക്കും വരിക. ഓക്കെ, അപ്പം ഈ പറഞ്ഞതെല്ലാം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ, ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് കൂടെ ജസ്റ്റ് ഞാൻ സിമ്പിൾ ആയിട്ടൊന്ന് പറയാം. അതായത് എങ്ങനെ നമ്മളിപ്പോ ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്നു, ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്ക് റിപ്ലൈ കിട്ടുന്നു. അതിന് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള നമ്മൾ ആവശ്യപ്പെടുന്ന ഫോർമാറ്റിൽ നമ്മൾക്ക് റിപ്ലൈ കിട്ടുകയാണ് അല്ലെ. നമ്മൾ എക്സാമ്പിൾ ഒക്കെ കണ്ടു എങ്ങനെയാണ് ഈ ഓപ്പറേഷൻ നടക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവില്ല. അപ്പൊ അതും കൂടെ ഒന്ന് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് വേറൊന്നുമില്ല, ഈ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഹെൽപ്പോടുകൂടി, ലൈക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാം ആണ് ഇത് റൺ ചെയ്യുന്നത്, എല്ലാവർക്കും അറിയാം. അതായത് ഒരുപാട് ഡാറ്റാസിന് അതായത് നമ്മളുടെ ഇന്റർനെറ്റിൽ നിന്നും ആർട്ടിക്കിൾസിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരുപാട് ഡാറ്റാസ്, ആ ഡാറ്റാസിൽ പഠിച്ച ഡാറ്റാസ് ആണ് എന്ത് നമ്മളൊരു പ്രോംപ്റ്റ് ചോദിക്കുമ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ട്
എന്താ അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ആണ് എന്ത് നമ്മൾക്ക് ഈ ഒരു ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ഈ ഒരു ലാംഗ്വേജ് മോഡൽ നമുക്ക് തരുന്നത്. ഒപ്പം നമ്മൾ കൊടുക്കുന്ന ചോദ്യത്തിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക. അതായത് സന്ദർഭം എന്താണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് നമ്മളിപ്പോ പറയാണ് എനിക്ക് ഫണ്ണി ആയിട്ട് വേണം, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഫണ്ണി ആയിട്ട് വേണം, അല്ലെങ്കിൽ ഒരു ഫണ്ണി സ്റ്റോറി വേണം, ഇങ്ങനെ നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ അത് സാഹചര്യം മനസ്സിലാക്കുന്നു. അപ്പം അതുപോലെ തന്നെ ഞാനിപ്പോ പറയാണ് എനിക്ക് പ്രൊഫഷണൽ ആയിട്ട് വേണം, അല്ലെങ്കിൽ പ്രൊഫഷണൽ ലെറ്റർ വേണം. ലൈക്ക് നമ്മൾ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത്, ആ ഒരു ഡിമാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് എന്താണോ അത് ആ ഒരു സാഹചര്യം മനസ്സിലാക്കിയിട്ട് ഇത് പഠിച്ച കാര്യങ്ങൾ, അതായത് പ്രീ ട്രെയിൻ ചെയ്ത കാര്യങ്ങൾ യൂസ് ചെയ്യും. അതായത് ഈ സന്ദർഭത്തിനോടനുസരിച്ചിട്ട് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എന്താ ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, അതായത് ഇത് ആദ്യം ഹ്യൂമൻസ് ആയിരിക്കും മെഷീൻസിനെ ഈ ഇൻഫർമേഷൻസിനെ കൊണ്ട് ട്രെയിൻ ചെയ്യിക്കുക. മനസ്സിലായോ? ലേറ്റർ മെഷീൻ തന്നെത്താണ് അതായത് നെക്സ്റ്റ് വേർഡ് പ്രഡിക്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഇതിന്റെ ലാംഗ്വേജ് ഇത് പഠിക്കുന്നത്. അതൊരു ഡാറ്റ പഠിക്കും, ആ ഡാറ്റ സാമ്പിൾ ആക്കി പഠിച്ച് അത് കഴിഞ്ഞ് അടുത്ത ഡാറ്റ മെഷീൻ തന്നെ അത് പ്രഡിക്റ്റ് ചെയ്യും. ഈ ഒരു ഫോർമാറ്റിലാണ് ഇതിന്റെ ഓപ്പറേഷൻ, അതായത് ഇന്റേണലി നടക്കുന്ന ഓപ്പറേഷൻസ്. ശരിക്കും ഇതിന്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോയാൽ വളരെ കോംപ്ലക്സ് ആണ്. നമ്മൾ അപ്പൊ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാനിപ്പോ പറഞ്ഞ ബാക്ക് എൻഡിൽ എന്തായിരിക്കും നടക്കുന്നതെന്ന് ചെറിയൊരു പ്രോസസ്സ് മാത്രമേ ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് ഓപ്പൺ എ ഐ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടതായിരുന്നു. ഓപ്പൺ എ ഐ എന്ന കമ്പനിയാണ് ഈ ചാറ്റ് ജി പി ടി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇറക്കുന്നത്. ഈ ഓപ്പൺ എ ഐ ഫൗണ്ടർ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലായിട്ട് ഒരു പേഴ്സണാലിറ്റിയാണ് ആര്, എലോൺ മസ്ക്. അതുപോലെ തന്നെ സാം ആൾട്ട്മാൻ. ഇവര് 2015 സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ് ഓപ്പൺ എ ഐ എന്ന് പറയുന്നത്. അന്ന് ഒരു നോൺ പ്രോഫിറ്റ് ടാഗ് ലൈനിലേക്ക് ആ ഒരു ലേബലിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷമാണ് ഇലോൺ മസ്ക് അവിടെ നിന്ന് റിസൈൻ ചെയ്യുന്നു. പിന്നീട് മൈക്രോസോഫ്റ്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നു. അതിനുശേഷം ഇവർ ചാറ്റ് ജി പി ടിയുടെ ഓരോരോ സീരീസ് ആയിട്ട് ഇവർ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോതായിട്ടുള്ള എന്താ പറയാ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അത് അവര് അപ്ഡേറ്റഡ് വേർഷനിൽ അത് പരിഹരിച്ച് ഇറക്കുന്നു. ഇപ്പൊ നമ്മൾക്ക് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് കിട്ടിയിരിക്കുന്ന വേർഷൻ എന്ന് പറഞ്ഞാൽ ചാറ്റ് ജി പി ടിയുടെ 4, അതും പെയ്ഡ് വേർഷനാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ രണ്ടും ഇപ്പൊ കഴിഞ്ഞു, ഓൾമോസ്റ്റ് എല്ലാ ഇൻട്രൊഡക്ഷനും നമ്മളിപ്പോ കഴിഞ്ഞു. അതും വളരെ സിമ്പിൾ ആയിട്ട് ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക് ഉണ്ട്, അതായത് ഒരു ഡിസ്കഷൻ ഉണ്ട്, അതായത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് അതിന്റെ ഫ്യൂച്ചർ സാധ്യതകളെ കുറിച്ചിട്ടും ജോലി സാധ്യതകളെ കുറിച്ചൊക്കെ ഭയങ്കര നല്ല ഡിസ്കഷൻ നടക്കുകയാണ്. അപ്പൊ ആ ഡിസ്കഷനിൽ ഇപ്പൊ ഒരുപാട് പേര് അവകാശപ്പെടുന്നുണ്ട് വരും കാലങ്ങളിൽ ഏറ്റവും വലിയ ജോലി സാധ്യത സൃഷ്ടിക്കാൻ പോകുന്ന ഒരു മേഖലയാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നാണ് പറയുന്നത്. എന്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഈ വേർഡ്, പവർ പോയിന്റ്, എക്സൽ ഒക്കെ പോലെ അറിഞ്ഞിരിക്കേണ്ട ഒരു ടൂളാണ്. അതായത് നമ്മൾ വർക്കിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനോ എഫിഷ്യൻസി കൂട്ടാനൊക്കെ ആയിട്ട് വർക്കോ സ്റ്റഡിയോ എന്തോ ആവട്ടെ നമ്മൾ ആ ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നു. അതായത് മൈക്രോസോഫ്റ്റിന്റെ എക്സല്, പവർ പോയിന്റ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മളുടെ വർക്കിന്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വർക്കിന്റെ എഫിഷ്യൻസി കൂട്ടാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്വാൻസ്ഡ് ടൂളാണ്, എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ടതായിട്ടൊരു ടൂളാണ്. ഇത് മാത്രമായിരിക്കും ഒരു ജോലി സാധ്യത എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാ ജോലിയിലും ഇത് അപ്ലൈ ചെയ്യേണ്ടി വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നിങ്ങൾക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. ഹലോ ഗായ്സ്, ദിസ് ഈസ് അമർ ഫ്രം എക്സെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പോൾ എക്സെന്റിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാറ്റ് ജി പി ടിയുടെ സെക്കൻഡ് പാർട്ടാണ്, തമിഴിൽ കണ്ട പോലെ തന്നെ. ഓക്കെ, എന്താണ് ചാറ്റ് ജി പി ടി, എങ്ങനെയാണ് ചാറ്റ് ജി പി ടി വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ചാറ്റ് ജി പി ടിയുടെ യൂസ്, നമ്മൾ എങ്ങനെയാണ് അതിൽ ബേസിക് ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുക, ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നോക്കിയിട്ടുണ്ട്. സോ നിങ്ങൾ ഡയറക്റ്റ് ഈ വീഡിയോയിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യാം ഫസ്റ്റ് വീഡിയോ കണ്ടതിന് ശേഷം ഇതിലേക്ക് വരിക എന്നുള്ളതാണ്. ബിക്കോസ് നിങ്ങൾക്ക് അപ്പോൾ ഒത്തിരി കൂടി കാര്യങ്ങൾ കണക്റ്റഡ് ആവും. അതിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ, വളരെ ബേസിക് ആയിട്ട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു ചാറ്റ് ജി പി ടിയോ അല്ലെങ്കിൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങോ വളരെ ബേസിക് തൊട്ടിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരുന്നത് ഇത്രയും കൂടെ നിങ്ങളുടെ നോളജിന് യൂസ്ഫുൾ ആയിരിക്കും. സോ അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ടോപ്പിക്, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിന്റെ കീ ഫീച്ചേഴ്സിൽ വരുന്ന ഫസ്റ്റ് ടോപ്പിക്, സ്ട്രക്ചറിങ് ആൻഡ് സെപ്പറേറ്റിംഗ് പ്രോംപ്റ്റ്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണ് നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻ. അതായത് ഒരു പ്രോംപ്റ്റിനെ സ്ട്രക്ചർ ചെയ്യുന്നതും സെപ്പറേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ. അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല.
സിമ്പിൾ ആയിട്ട് വരുന്ന കുറച്ച് ടേംസ് ആണ്. ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. എനിക്ക് തോന്നുന്നു അതൊരു ലൈവ് എക്സാമ്പിളിലൂടെ പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഇത്തിരി കൂടി ബെറ്റർ. സോ ഞാനപ്പോ ആദ്യം തന്നെ ലൈവ് എക്സാമ്പിളിലേക്ക് പോകാം. എന്നിട്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആ ഓരോ കണ്ടീഷൻസും എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോ ഞാൻ എന്റെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ക്രോമിൽ ഞാൻ ഓൾറെഡി ചാറ്റ് GPT എടുത്തു വെച്ചിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഡിസ്കസ് ചെയ്തിരുന്നു എങ്ങനെയാണ് ചാറ്റ് GPT ലോഗിൻ ചെയ്യാന്നൊക്കെ ഉള്ളത്. വളരെ ബേസിക് ആയിട്ട് എങ്ങനെയാണ് നമുക്ക് പ്രോംപ്റ്റ് കൊടുക്കാം, എന്താണ് പ്രോംപ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോ ആ ഇതില് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ഫസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നത് ഇത്തിരി കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, സോ ഞാനപ്പോ ഒരു സാമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് കൊടുക്കുക. അപ്പോ കൊടുക്കുന്നത് ഇതാണ്. എനിക്കൊരു ലീവ് ലെറ്റർ വേണം, ഞാൻ അതൊക്കെ കൊടുക്കാം. അപ്പൊ ആ ലീവ് ലെറ്ററിന്റെ ഫോർമാറ്റ് ആണ് ഞാൻ സിസ്റ്റത്തോട് ചോദിക്കാം. പ്രിപ്പയർ മീ എ ലീവ് ലെറ്റർ ഫോർമാറ്റ്. Prepare me a leave letter format for submitting to my office. ഇത്രയേ ഉള്ളൂ, എന്റെ പ്രോംപ്റ്റ് ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്ത് വരും നമുക്ക് നോക്കാം. അത് കണ്ടോ, പിന്നെ ആൻസർ വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, കഴിഞ്ഞു. അപ്പോ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് ഇത് കണ്ടോ. ഇപ്പൊ ഈ ഇത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഡേറ്റിന്റെ അവിടെ ഡേറ്റ് കൊടുക്കണം, അതിന്റെ ഡേറ്റ്, എന്താ ഇഷ്യൂസ്, ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിൽ അത് ഇതിവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, അവിടെയൊക്കെ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, ഇത് നമുക്ക് കിട്ടിയേക്കുന്നത് എന്താണ്, എന്ത് ഫോർമാറ്റാണ്? ജനറൽ ഫോർമാറ്റിന്. മനസ്സിലായോ? ആ ജനറൽ ഫോർമാറ്റ് കിട്ടാനുള്ള കാരണം എന്താണ്? നമ്മൾ കൊടുത്തിരിക്കുന്ന ക്വറി അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റ് എന്താണ്? ഒരു ജനറൽ പ്രോംപ്റ്റ് ആണ്. മനസ്സിലായോ? സിസ്റ്റം നോക്കുമ്പോൾ അത്രേ ഉള്ളൂ, ഇത്ര ഡീറ്റെയിലിംഗ് ഉള്ളൂ. അപ്പൊ അതിനുള്ളത് എനിക്ക് തരാൻ പറ്റുള്ളൂ. ലൈക്ക് അപ്പൊ അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്, ഈ ഒരു ആൻസറിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു ആൻസർ വേണം. എനിക്ക് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇന്നതാണ്, ഇന്ന ആൾക്കാണ് ഞാൻ കൊടുക്കുന്നത്, ഇതൊക്കെ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആൻസർ നമുക്ക് വേണം. അപ്പൊ എന്ത് ചെയ്യണം, നമ്മളെ പ്രോംപ്റ്റിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ, നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടും, അല്ലെ? അപ്പൊ ഡീറ്റെയിൽസ് കൂടുതൽ ആഡ് ചെയ്യാം. എന്ത് ചെയ്യുക, ഡീറ്റെയിൽസ് കൂടുതൽ ഒരു പ്രോംപ്റ്റിൽ ആഡ് ചെയ്യുക. സോ നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടും. അപ്പോ ഞാൻ എന്റെ പ്രോംപ്റ്റിലേക്ക് ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ഞാൻ ആഡ് ചെയ്യാം. ഇവിടെ എഡിറ്റിന്റെ സൈൻ ഉണ്ട്. സോ നമുക്ക് എഡിറ്റ് ചെയ്യാം. പ്രിപ്പയർ മീ എ ലീവ് ലെറ്റർ ഫോർമാറ്റ് ഫോർ സബ്മിറ്റിംഗ് ടു മൈ ഓഫീസ്. ഓക്കെ, ഞാനിപ്പോ കൊടുക്കുകയാണ്. ഞാനിത് മൊത്തം മാറ്റിയിട്ട് ഈ ഒരു ഫോർമാറ്റ് കൊടുക്കുകയാണ്. myself Amal, sorry, myself Amal, working in an IT company. ഓക്കെ, ഞാനതും ഡബിൾ കോട്ട്സിൽ കൊടുക്കുകയാണ്. സോ അല്ലെങ്കിൽ ഞാൻ ബ്രാക്കറ്റിൽ കൊടുക്കുകയാണ്. ഇതാണ് എക്സെന്റ്. ലിമിറ്റഡ്. ഓക്കെ, റഫായിട്ട് ഞാനത് കൊടുത്തു. അപ്പൊ ഞാൻ എന്നിട്ട് ഞാൻ എന്താണെന്ന് ആദ്യം സ്പെസിഫൈ ചെയ്തു, ഞാൻ ആരാണെന്ന് കൊടുത്തു, ഞാൻ എവിടെയോ വർക്ക് ചെയ്യുന്നതെന്ന് കൊടുത്തു. ഇനി എന്റെ ആവശ്യം കൊടുക്കണം. മനസ്സിലായി? എന്റെ റിക്വയർമെന്റ് എനിക്ക് അവിടെ കൊടുക്കണം. അപ്പൊ എന്താ എന്റെ റിക്വയർമെന്റ് വരുന്നത്? സി, I need to prepare a leave letter for yesterday, like for leave letter for submitting to my manager. Okay,
സബ്മിറ്റിംഗ് ടു മൈ മാനേജർ. ഞാൻ ഒരു കോമ ഇട്ടു. under reason for leave is ഞാനത് ഡബിൾ കോട്ട്സിൽ കൊടുക്കുകയാണ്. എന്താണ്? സിവിയർ ഫീവർ. ഓക്കെ, ഞാൻ ഇത്രയും കൊടുത്തു. ഇത്രയും ഡീറ്റെയിലിംഗ് ഞാൻ കൊടുത്തു. ഈ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? എന്റെ പേര് ഞാൻ കൊടുത്തു, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനം കൊടുത്തു, ഞാൻ ആർക്കാണ് ഇത് കൊടുക്കുന്നതെന്ന് കൊടുത്തു, എന്റെ റീസണും കൊടുത്തു, ഡേറ്റും കൊടുക്കാം. ഓൺ ഡേറ്റ് ഞാൻ അടുത്ത ഇതാണ് വരുന്നത്. അപ്പൊ സോ ഓൺ ദി ഡേറ്റ് ഏതാ, ഞാൻ ഡേറ്റും മെൻഷൻ ചെയ്യാണ്. 28/11/23. ഞാനൊരു റാൻഡം ഡേറ്റും കൊടുത്തു. ഓക്കെ, സോ ഇനി എങ്ങനെയായിരിക്കും റിസൾട്ട് വരുന്നതെന്ന് നോക്കാം. അതായത് നമ്മൾക്കിപ്പോ അറിയാം, നമ്മൾക്കിപ്പോ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷ് വലിയ രീതിയിലുള്ള ഒരു എന്താ പറയാ ഹൈലി ഫ്ലുവന്റ് ആയിട്ടുള്ള ഇംഗ്ലീഷോ അങ്ങനെയൊന്നും വേണമെന്നില്ല. സോ നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വയർമെന്റ് എന്നാണ് അത് സിസ്റ്റമായിട്ട് നിങ്ങൾക്ക് ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം ലാംഗ്വേജിൽ. ഓക്കെ, സോ ഞാനപ്പോ കൊടുക്കുകയാണ്, സേവ് ആൻഡ് സബ്മിറ്റ് കൊടുക്കുകയാണ്. ഇതുണ്ടോ? എനിക്കിപ്പോ വന്നിരിക്കുന്നതാണോ? ഒരുപാട് മാറ്റമില്ല. നമുക്ക് ആദ്യത്തെ റിസൾട്ടും ഇപ്പോഴത്തെ റിസൾട്ടും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട്. കാരണം നമുക്ക് ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഈ ആരോ മാർക്ക് കൊടുത്തിരിക്കുന്നില്ലേ, ഇപ്പൊ ഈ ആരോ മാർക്കിൽ ടച്ച് ചെയ്തതിന് നമുക്ക് ആദ്യത്തെ റിസൾട്ട് ആണ് വരുന്നത്. ഇതാണ് എന്റെ പ്രോംപ്റ്റ്, ആദ്യത്തെ പ്രോംപ്റ്റും ആദ്യത്തെ റിസൾട്ടും. നോക്ക്, ഇത് വായിച്ചു നോക്കിക്കഴിഞ്ഞാലും കാര്യം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇതിലേക്ക് വരുമ്പോൾ നോക്ക്, ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. മാനേജറിന്റെ നെയിം കൊടുത്താൽ മതി. നമ്മളിവിടെ മാനേജറിന്റെ നെയിം കൊടുത്താൽ നിങ്ങളുടെ മാനേജറിന്റെ നെയിം പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ, മാനേജേഴ്സ് നെയിം എന്നും പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അതും ഒരു ഡബിൾ കോട്ട്സിലോ അല്ലെങ്കിൽ ഒരു ബ്രാക്കറ്റിലോ കൊടുത്തു കഴിഞ്ഞാൽ അതും ഇവിടെ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി റൈറ്റ് ആയിട്ട് വരും. മനസ്സിലായോ? അപ്പോ ഇങ്ങനെയാണ് ഒരു പ്രോംപ്റ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് നമുക്ക് വേണ്ട റിക്വയർമെന്റ് സ്പെസിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലായിരിക്കും നമ്മളുടെ ആൻസേഴ്സ് വരിക. ഓക്കെ, സോ ഇതൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഐ ഹോപ്പ് ദിസ് മെസ്സേജ് finds you well. I'm writing to inform you that unfortunately I'm not feeling well. Okay, ലൈക്ക് നമ്മൾക്ക് എന്താണോ വേണ്ടത് ആ ഡേറ്റ് അടക്കം നമുക്ക് അവിടെ വന്നു. നമ്മളുടെ എന്താണ് ലീവിനുള്ള കാര്യം അതൊക്കെ എല്ലാം നമ്മൾ ഇതില് മെൻഷൻ ചെയ്യുന്നുണ്ട്. സിവിയർ ഫീവർ. ഓക്കെ, സോറി, ഇവിടെ ഒരു RE കൂടി ഉണ്ട്. സോ സിവിയർ ഫീവർ. അപ്പൊ അത് നമ്മൾക്ക് ഇതിൽ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മൾക്ക് ഇനി ഞാൻ പറഞ്ഞ കുറച്ച് കണ്ടീഷൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലേക്ക് പോകും. അപ്പൊ നിങ്ങൾ ഈ പ്രോംപ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഞാനിപ്പോ കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്റ്റൈല് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്തിലേക്ക് പോവാൻ, കുറച്ച് എക്സ്പ്ലനേഷനിലേക്ക് പോവാം. ഓക്കെ, സോ ടാക്ടിക്സ് എന്തൊക്കെയാണ്? യൂസ് ഡീലിമിറ്റേഴ്സ്. ഡീലിമിറ്റേഴ്സ് എന്താണ്? ഡീലിമിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു വേർഡ്, ആ വേർഡിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ലൈക്ക് ഇപ്പൊ ഇതിൽ കൊടുത്തിരിക്കുന്ന ഡബിൾ കോട്ട്സ്, കോമ, ഇത് നമ്മൾ എന്തിൽ കൊടുത്തിട്ടുണ്ട്? നമ്മള് ഈ പ്രോംപ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, എന്റെ പേര് സ്പെസിഫൈ ചെയ്യാൻ. അതറിയണം, പേരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് പേര്. സോ നിങ്ങൾക്ക് എങ്ങനെയാണോ റൈറ്റ് എന്ന് തോന്നുന്നത് അതുപോലെ നമുക്ക് ഓരോ കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സീരി കേട്ടോ, ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ ഫുൾ സ്റ്റോപ്പ് അല്ല, കോമയാണ്. സോ അത് അടുത്ത, അതായത് ആ ഒരു ഇത് ബ്രേക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് വേറൊരു മീനിങ്ങിലേക്ക് തന്നെ അത് പോകില്ല. അതിന്റെ തന്നെ ഒരു കണ്ടിന്യൂഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, സോ ഇത് സിസ്റ്റത്തിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, ഈസി ആയിട്ട് സിസ്റ്റത്തിന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡീലിമിറ്റേഴ്സ്, അതായത് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, കോമ, ഡബിൾ കോട്ട്സ്, ബ്രാക്കറ്റ് ഇതൊക്കെ കൊടുക്കുന്നത് സിസ്റ്റത്തിന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഇത് നോക്കുക, അതായത് നോക്കാം, ഇത് കണ്ടോ, ഇതാണ് ഡീലിമിറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്ത് ഒന്നും കൂടെ നമ്മളുടെ ആൻസർ സ്പെസിഫൈ ചെയ്യാൻ, സിസ്റ്റത്തിന് ഒന്നും കൂടെ പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും ആക്യുറേറ്റ് ആയിട്ടൊരു ആൻസർ കിട്ടാനും അതിന് ഹെൽപ്ഫുൾ ആവും. ഓക്കെ, സോ അടുത്തത് എന്താ? ഷിഫ്റ്റ് പ്ലസ് എന്റർ ടു സ്റ്റാർട്ട് എ ന്യൂ ലൈൻ.
ഇപ്പോ ഉണ്ടല്ലോ നമ്മള് ഇതില് ഇപ്പോ ഇവിടെ ടൈപ്പ് ചെയ്തു, ഇതൊക്കെ ടൈപ്പ് ചെയ്ത് എൻ്റർ നിൽക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീണ്ടും എക്സിക്യൂട്ട് ആവാണ്, ആൻസർ എക്സിക്യൂട്ട് ആവാണ്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് അടുത്ത ലൈനിൽ ഒരു കാര്യം കൂടി നമുക്ക് പറയാനുണ്ടെങ്കിൽ ഇതിലേക്ക് മനസ്സിലായോ? അതായത് ഷിഫ്റ്റ് പ്ലസ് എൻ്റർ ഒരുമിച്ച് നോക്കി കഴിഞ്ഞാൽ നേരെ താഴേക്ക് വരും. ഡയറക്റ്റ് എൻ്റർ നോക്കി കഴിഞ്ഞാൽ ഡയറക്റ്റ് ആൻസർ ആയിരിക്കും. മനസ്സിലായോ? അതും ഇതിൽ തന്നെ, അതായത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക്. അതായത് സെപ്പറേറ്റ്, അതായത് പ്രോംപ്റ്റിനെ സെപ്പറേറ്റ്, അതായത് അടുത്ത ലൈനിൽ വരുമ്പോൾ സെപ്പറേറ്റ് ആയല്ലോ ഓൾറെഡി. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം, പ്രൊവൈഡ് എക്സാമ്പിൾ. അതായത് ഇതിന്റെ കൂടെ എനിക്ക് ഈ രീതിയിലാണ് വേണ്ടത്, ആ രീതിയിലാണ് വേണ്ടത്. നമുക്ക് എക്സാമ്പിൾ വേണമെങ്കിൽ അതിന്റെ കൂടെ തന്നെ പ്രോംപ്റ്റിന്റെ കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, അടുത്തത് വരുന്നത് എന്താ, ഡിസൈഡ് ലെങ്ത് ആണ്. ഡിസൈഡ് ലെങ്ത് നമുക്ക് അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോ ഞാൻ ഇതില് കൊടുക്കാണ്, പ്ലീസ് കൺക്ലൂഡ് in 70 to 80 words. ഇത്രേ ഉള്ളൂ. ഞാനിപ്പോ കൊടുത്തു എന്താ, എനിക്ക് ഇത്ര വേർഡ്സ് മതി, ഈ വേർഡ്സിൽ മാത്രം ഇതിൽ കൺക്ലൂഡ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു റിക്വസ്റ്റ് കൊടുത്തു. ഞാൻ പറഞ്ഞു ഞാൻ ഷിഫ്റ്റ് പ്ലസ് എൻ്റർ നിൽക്കി അടുത്ത ഒരു പ്രോംപ്റ്റ് ഞാൻ അടിയിലാണ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോ ആ പോയിന്റ് നമ്മളെ കഴിഞ്ഞു. അതായത് നമ്മളിപ്പോ ഒരു സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം, എനിക്ക് ഇന്നത് തൊട്ട് ഇന്നത് വരെ, അല്ലെങ്കിൽ ഞാനിപ്പോ കൊടുക്കണം 70 എന്ന് പറഞ്ഞാൽ 70 വരുള്ളൂ. മനസ്സിലായോ? അപ്പൊ അതാണ് നമ്മളുടെ അടുത്ത യൂസ് വരുന്നത്. സോ നെക്സ്റ്റ് നോക്കാം. ഡിസൈഡ് ലെങ്ത് കൊടുത്തു. ഔട്ട്പുട്ട് ഫോർമാറ്റ്. ഔട്ട്പുട്ട് ഫോർമാറ്റ് നമുക്ക് ഏത് തരത്തിൽ നമുക്ക് ആൻസർ കിട്ടണം എന്ന് നമുക്ക് സിസ്റ്റത്തിന് പറഞ്ഞു കൊടുക്കാം. ഏത് തരത്തിൽ നമ്മൾക്ക് ആൻസർ കിട്ടണം എന്നുള്ളത് നമ്മൾക്ക് സിസ്റ്റത്തിന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിപ്പോ ഞാൻ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യണം, ഇതാ ഞാനിപ്പോ വീണ്ടും എഡിറ്റ് കൊടുക്കുകയാണ്. എഡിറ്റ് കൊടുത്തിട്ട് ഞാൻ കൊടുക്കുകയാണ് should be in a professional format. യൂഷ്വലി പ്രൊഫഷണൽ ഫോർമാറ്റ് ആയിരിക്കും ഞാൻ കൊടുക്കുക. പ്രൊഫഷണൽ ഫോർമാറ്റ് എന്ന് കൊടുത്തു. സോറി, അല്ല, അപ്പൊ ആ ഫോർമാറ്റിൽ കുറച്ചും കൂടി വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. മനസ്സിലായോ? എപ്പോഴുള്ള ഫോർമാറ്റിനേലും കുറച്ചുകൂടെ കുറച്ചും കൂടെ വ്യത്യാസം വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് പറയാം, എന്ത് പറയാം, ഷുഡ് ബി ഇൻ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ഫോർമാറ്റോ എന്താണോ നമ്മൾക്ക് വേണ്ട ഫോർമാറ്റ്, ആ ഫോർമാറ്റിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കണ്ടന്റിനെ കൊണ്ടുവരാം. അതായത് ഇപ്പോ നമ്മളിപ്പോ ഒരു സ്റ്റോറി ചോദിക്കുകയാണ്, അപ്പൊ ഒരു എന്താ പറയാ, ഒരു ക്യാറ്റിന്റെയും മൗസിന്റെയും സ്റ്റോറി ആണെന്നിരിക്കുന്നത്. അപ്പൊ അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരിക്കണം. അപ്പൊ നമ്മൾ പറയാണ് ഒരു 10 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരിക്കണം, ഫണ്ണി ആയിട്ടുള്ള സ്റ്റോറി ആയിരിക്കണം, ഫണ്ണി ഫോർമാറ്റിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. നമുക്ക് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ, നമുക്ക് ആ രീതിയിലുള്ള ആൻസേഴ്സ് ആയിരിക്കും കിട്ടുക. അപ്പൊ ഞാൻ എല്ലാ പ്രോംപ്റ്റും ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നില്ല, ഇതാണ് ബേസിക് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള റിക്വയർമെന്റിൽ ആഡ് ഓൺ ചെയ്യാം, മൈനസ് ചെയ്യാം, നിങ്ങളുടെ രീതിയിലായിട്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ സോ ഇതിൽ ഡൗട്ട് ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഈ സെക്ഷനിൽ ഉണ്ടെങ്കിലും നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യാം. ഓക്കെ, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എക്സൻ പ്രൈവറ്റ് ലിമിറ്റഡ്. എക്സനിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാറ്റ് GPT ആണ്. ചാറ്റ് GPTയുടെ നെക്സ്റ്റ് സീരീസ് ആണ്, നെക്സ്റ്റ് പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ 2 പാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതിലൊന്ന് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. സെക്കൻഡ് പാർട്ടിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിന്റെ ടെക്നിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ഒത്തിരി കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിന്റെ 3 ടെക്നിക്സ് ആണ് പറയുന്നത്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെക്നിക്സ് ആണ്. സോ മിസ് ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യുക, ഇൻഫോർമേറ്റീവ് ആയിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. നമ്മളുടെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്, ക്രിയേറ്റിംഗ് സ്റ്റെപ്സ് ഫോർ മോഡൽ.
മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എന്താണ് ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത് ഒരു ലാർജ് ലാംഗ്വേജ് മോഡലാണ്. അപ്പോൾ ക്രിയേറ്റിംഗ് സ്റ്റെപ്പ് മോഡൽ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് മോഡലിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് കൊടുക്കുന്ന ലൈക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് നമ്മളൊരു ടാസ്ക് ചെയ്യുന്നതിനാണ് എന്താ പറയുന്നത് ക്രിയേറ്റിംഗ് സ്റ്റെപ്സ് ഫോർ മോഡൽസ് എന്ന് പറയുന്നത്. സോ എനിക്ക് തോന്നുന്നു ഇതും നമ്മൾക്ക് ഒരു ലൈവ് എക്സാമ്പിൾ കാണിച്ചു തന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് സമയം കളയേണ്ട, ലൈവ് എക്സാമ്പിളിലേക്ക് തന്നെ പോകാം. നമ്മൾ ചാറ്റ് ജി പി ടി എടുത്തു. ചാറ്റ് ജി പി ടിയിൽ ഞാൻ പറഞ്ഞു അതായത് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെർട്ടൺ ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ആ ടാസ്ക് ആ ഒരൊറ്റ പ്രോംപ്റ്റിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഞാനിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ടിക്കിൾ എടുക്കുകയാണ്, ഒരു മലയാളം ഒരു കണ്ടന്റ് എടുക്കുകയാണ്. ആ കണ്ടന്റ് ഞാൻ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യിക്കുന്നു. ആ ട്രാൻസ്ലേറ്റ് ചെയ്ത ഇംഗ്ലീഷിന്റെ സമ്മറി ഞാൻ എടുക്കുന്നു. ഓക്കെ, നമുക്കപ്പോ നോക്കാം അതെങ്ങനെ ആയിരിക്കും. അപ്പോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വിങ്സ് ഓഫ് ഫയർ, നമ്മളുടെ അബ്ദുൽ കലാം സാറിന്റെ ബുക്കാണ്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു ഉള്ളടക്കം പറഞ്ഞിരിക്കുന്നതാണ്. ഞാനപ്പോ അത് കോപ്പി ചെയ്തു. ഓക്കെ, അപ്പോ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. എന്താണ്? കംപ്ലീറ്റ് the following steps. ഷിഫ്റ്റ് പ്ലസ് എൻ്റർ അടിച്ചു. അതിന് എന്താണ് സ്റ്റെപ്പ് 1 ഞാൻ കൊടുക്കുകയാണ്. അതായത് നമ്മൾ ഫോളോയിങ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ സ്റ്റെപ്പ് 1 എന്താണെന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അപ്പൊ അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് ട്രാൻസ്ലേറ്റ് മലയാളം ടെക്സ്റ്റ് ടു ഇംഗ്ലീഷ്. ദെൻ അടുത്ത സ്റ്റെപ്പ് കൊടുത്തേക്കാണ് സ്റ്റെപ്പ് 2 സെയിം അതുപോലെ തന്നെ. സ്റ്റെപ്പ് 2 എന്താ പറയുന്നത്? ഞാൻ പറയാണ് prepare a 2 sentence summary for the English translation. Sentence for the English translation കൊടുത്തു. അതിനുശേഷം ഞാൻ ഷിഫ്റ്റ് പ്ലസ് എൻ്റർ നിക്കി. പിന്നീട് നമ്മൾ ആ ടെക്സ്റ്റ് കൊടുക്കണ്ടേ, അതായത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടെക്സ്റ്റ് കൊടുക്കണ്ടേ, മലയാളം ടെക്സ്റ്റ്. അപ്പൊ ഞാൻ അതിന് മുന്നോടിയായിട്ട് ഞാൻ കൊടുക്കുകയാണ് ടെക്സ്റ്റ്, എന്നിട്ട് ഷിഫ്റ്റ് പ്ലസ് എൻ്റർ ഞാൻ അഗെയിൻ നക്കി. അപ്പൊ അതിനുശേഷം നമ്മൾക്ക് എന്ത് ചെയ്യാം, ആ കണ്ടന്റ് ഞാൻ നേരത്തെ കോപ്പി ചെയ്തിട്ടുണ്ട്, അതിവിടെ അങ്ങ് പേസ്റ്റ് ചെയ്തു. എന്നിട്ട് നമുക്ക് ടാസ്ക് നോക്കാം എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്. ഇതാ സ്റ്റെപ്പ് 1 കൊടുക്കുകയാണ്. സ്റ്റെപ്പ് 1 നമുക്ക് ആൻസർ കിട്ടുകയാണ് ട്രാൻസ്ലേറ്റ് മലയാളം ടെക്സ്റ്റ് ടു ഇംഗ്ലീഷ്. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞു. ദെൻ സ്റ്റെപ്പ് 2 സെന്റൻസിന്റെ സമ്മറി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെന്തായിരിക്കും എന്നുള്ളത് 2 സെന്റൻസിൽ നമ്മൾക്ക് സമ്മറി കിട്ടിയിരിക്കുന്നു. അപ്പോ ഇതിപ്പോ ഞാൻ 2 സ്റ്റെപ്പാണ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മൾട്ടിപ്പിൾ സ്റ്റെപ്സ് ആഡ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ പോയിന്റ് വൈസ് ആക്കാൻ പറയാം. അതായത് ഇപ്പൊ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന ഈ പ്രോംപ്റ്റ് ഉണ്ടല്ലോ, അപ്പൊ ഈ പ്രോംപ്റ്റ് നമുക്ക് അതിൽ തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് 2 സ്റ്റെപ്പിലേക്കും ആക്കാൻ പറ്റും, ലൈക്ക് 3 സ്റ്റെപ്പിലേക്കും ആക്കാൻ പറ്റും. അതായത് ഇപ്പൊ ഞാൻ വീണ്ടും എൻ്റർ അടിച്ചു. സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുകയാണ് convert the English summary into
പോയിന്റ്സ്. ഞാൻ സേവ് ആൻഡ് സബ്മിറ്റ് കൊടുത്തു. അഗെയിൻ ആ സെയിം പ്രോസസ് തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. സ്റ്റെപ്പ് 3 കണ്ടോ, പോയിന്റ്സിലേക്ക് അത് കൺവേർട്ട് ആയേക്കാം. അപ്പൊ ഇതുപോലെയാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള റിക്വയർമെന്റ് എന്താണോ ആ റിക്വയർമെന്റ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. എത്ര സ്റ്റെപ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്രിയേറ്റിംഗ് സ്റ്റെപ്സ് ഫോർ മോഡൽ എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പോ എല്ലാവർക്കും മനസ്സിലായെന്ന് കാണുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോ ഇനി നമുക്ക് നോക്കാം കസ്റ്റം ഇൻസ്ട്രക്ഷൻ. നെക്സ്റ്റ് ടോപ്പിക് ആണ്. എന്താണ് കസ്റ്റം ഇൻസ്ട്രക്ഷൻ? ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പോ നമ്മളിപ്പോ ഒരു കാര്യം ഒരുപാട് ലൈക്ക് ഇപ്പോ ChatGPT-യിലാണെങ്കിലും നമ്മൾ പറയാണ് ഇന്നതുപോലെ ആയിരിക്കണം എന്നൊക്കെയുള്ള കുറെ ഇൻഫർമേഷൻ നമ്മൾ കുറെ കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം സിസ്റ്റത്തിനെ എഡ്യൂക്കേറ്റ് ചെയ്യാണ്, ഇന്നതാണ് ഇൻഫർമേഷൻ അങ്ങോട്ട് കൊടുക്കുന്നു. എന്നിട്ട് പറയണം എന്താ ഈ ഇൻഫർമേഷൻ ബേസ് ചെയ്തിട്ടുള്ള റിസൾട്ട് ആയിരിക്കണം ഇനി എനിക്ക് അങ്ങോട്ട് തരണം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ചെറിയൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. അതായത് ഞാൻ എക്സാമ്പിൾ അത്ര എക്സ്പേർട്ട് അല്ല എക്സാമ്പിൾ പറഞ്ഞത്. ഓക്കെ, എന്നാലും ഞാൻ പറയാം. ഓക്കെ, ഇപ്പോ നമ്മളിപ്പോ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഫസ്റ്റ് ഡേ ആണ്, അത് ഫ്രഷർ ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ കമ്പനിനെ പറ്റിയിട്ട് ഇൻഫർമേഷൻസ് അറിഞ്ഞത് ഇന്നതാണ് കമ്പനി, ഇങ്ങനെയാണ്, ഇന്ന കാര്യങ്ങളാണ്, ഇതൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്, ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇന്നതായിരിക്കും, ഇങ്ങനെയായിരിക്കും, ഇവിടുത്തെ സിസ്റ്റം ഇങ്ങനെയാണ്, അങ്ങനെയാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു തരും, എഡ്യൂക്കേറ്റ് ചെയ്യും, നമുക്ക് ഇൻഫർമേഷൻ തരും, നമ്മൾ ആ ഇൻഫർമേഷൻ എടുക്കും. ഓക്കെ, ദെൻ സെക്കൻഡ് എന്താണ് ഇൻസ്ട്രക്ഷൻ ആണ് തരുന്നത്. നമുക്ക് ഇൻസ്ട്രക്ഷൻ തരും, നീ ഇങ്ങനെ ചെയ്യണം, നീ ഇന്നതുപോലെ ആയിരിക്കണം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്, ഇന്ന ടൈമിലായിരിക്കണം, ഇന്നതായിരിക്കണം ചെയ്യേണ്ടത്, ഇങ്ങനെ വേണം, ഇവിടെ റിപ്പോർട്ട് ചെയ്യണം. സോ ഇതൊക്കെയാണ് ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം ഇൻഫർമേഷൻ തരുന്നു, ഇൻഫർമേഷന് ബേസ് ചെയ്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻ നമുക്ക് തരുന്നു. എന്നിട്ട് നമ്മൾ റിസൾട്ട് എന്തിനാണ് ആ ഇൻസ്ട്രക്ഷൻ കൊടുത്തതിന്റെ ബേസിസിലാണ് നമുക്ക് എന്ത് കിട്ടുക, ആ റിസൾട്ട് കിട്ടുക, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുക. മനസ്സിലായോ? അപ്പം എന്നിട്ടും ഇത് ഐഡിയ കിട്ടാത്തവരായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ബെസ്റ്റ് നമുക്കൊരു ലൈവ് എക്സാമ്പിൾ തന്നെ പോവാം. എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് ക്ലിയർ ആവും. അപ്പൊ എന്താണ് കസ്റ്റം ഇൻസ്ട്രക്ഷൻ എന്നുള്ളത് നമുക്ക് ChatGPT-യിൽ തന്നെ പോയിട്ട് നോക്കാം, അതിനൊപ്പം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ ഞാൻ എന്റെ ബ്രൗസർ എടുക്കുകയാണ്, ഓപ്പൺ ചെയ്യാണ്. ChatGPT ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ എന്താണ് കസ്റ്റം ഇൻസ്ട്രക്ഷൻ, നമുക്ക് അത് എവിടെ നിന്നാണ് എടുക്കുന്നതെന്ന് നോക്കാം. അതിനാണ് ഓക്കെ, റൈറ്റ് സൈഡിൽ നമ്മളുടെ അക്കൗണ്ട് കാണിക്കുന്നുണ്ട്, സോറി ലെഫ്റ്റ് സൈഡിൽ നമ്മളുടെ അക്കൗണ്ട് കാണിക്കുന്നുണ്ട്. അക്കൗണ്ടിൽ നമ്മളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും 3 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ ആണ് എന്ത്, കസ്റ്റം ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്, ലൈക്ക് അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്താണ്, ഞാൻ ഓൾറെഡി നേരത്തെ പ്രീസെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന, ലൈക്ക് നേരത്തെ ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അത് വന്നേക്കുന്നത്. ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം, 1 by 1 ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് കാണുന്നത് ഫസ്റ്റ് ഒരു ബോക്സ്, അത് കഴിഞ്ഞത് ഇതാണ് ഫസ്റ്റ് ബോക്സ്, ഇതാണ് സെക്കൻഡ് ബോക്സ്. അപ്പോ ഇതിനകത്ത് നമ്മൾക്ക് ഫസ്റ്റ് ബോക്സ് ഞാനിപ്പോ എനേബിൾ ചാറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോ ഈ കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റില് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു 12 year old ചൈൽഡ് ആണ്, ഞാൻ 7th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പോ ആൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം, ടോപ്പിക്സ് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം, സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. എന്റെ ഗോള് ഈസി സിമ്പിൾ ആയിട്ട് ലേൺ ചെയ്യണം എന്നുള്ളതാണ് ആള് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കുട്ടിയാണ്, അപ്പൊ ആ കുട്ടി എന്താണ്, അവൻ പഠിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്, അവന് 7th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പൊ ഇതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ എന്ത് സിസ്റ്റത്തിന് നമ്മൾ കൊടുക്കുകയാണ്. ആളുടെ ക്യാരക്ടറോ എന്താണോ നമ്മൾ ആ സിസ്റ്റത്തിന് ഇൻഫർമേഷൻ നമ്മൾ ആദ്യമേ കൊടുക്കുകയാണ്. ദെൻ എന്താണ് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്, ഇതാ വാട്ട് ആർ യു ബേസ്ഡ്, എന്താണ് വർക്ക് ചെയ്യുന്നത്, ഹോബീസ് എന്താ, ഇൻട്രസ്റ്റ് എന്താണ്. അപ്പോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് ഫസ്റ്റില് നമ്മൾ പറയുന്നത്. അതിനുശേഷം സെക്കൻഡ് ബോക്സ് ഉണ്ടല്ലോ, സെക്കൻഡ് ബോക്സിൽ എന്താ ചെയ്യുന്നതെന്ന് നോക്കി. സെക്കൻഡ് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഇതുപോലെ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് വരികയാണ്. എങ്ങനെ ആയിരിക്കണം നമ്മളുടെ റിസൾട്ട്, നമ്മൾക്ക് കിട്ടേണ്ട റിസൾട്ട് എങ്ങനെ ആയിരിക്കണം, ChatGPT-ക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അത് ഇവിടെയാണ് കൊടുക്കുന്നത്. അതായത് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, ആദ്യം ഇൻഫർമേഷൻ കൊടുത്തു, തന്നെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. ഇങ്ങനെ ആയിരിക്കണം, എനിക്ക് ഇന്ന രീതിയിലായിരിക്കണം വേണ്ടത്, ഫോർമൽ ആയിരിക്കണം, എനിക്ക് ചിലപ്പോൾ ഇൻഫോർമൽ ആയിരിക്കണം. അപ്പൊ ഞാനിപ്പോ ഇതിൽ കൊടുത്തിരിക്കുന്ന സാമ്പിൾസ് തന്നെ നോക്കി,
respond like teaching, response like teaching to a 10-year-old child എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആൻസർ ഷുഡ് ബി ഷോർട്ട് ആൻഡ് പ്രിസൈസ്. പ്ലീസ് ഡോണ്ട് യൂസ് അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് വേർഡ്സ്. അപ്പൊ ഇതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഷുഡ് ആക്ട് ലൈക്ക് എ ഗുഡ് ടീച്ചർ. ഓൾസോ പ്രൊവൈഡ് സം എക്സാമ്പിൾസ്, യൂസ് ഇമോജി ഫോർ മോർ അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ ആദ്യം ആരാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു, അതിനുശേഷം എന്താണ് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ദെൻ നമ്മൾക്ക് എന്താണ് വേണ്ടത് ആക്ച്വൽ റിക്വയർമെന്റ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ താഴെ കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ കസ്റ്റം ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോ ഞാൻ ഇത് എന്ത് ചെയ്യാണ്, എനേബിൾ ചാറ്റ്സ് ഇത് ഓഫ് ആയിരുന്നു, നമ്മൾ വന്നപ്പോ ഇത് ഓഫ് ആയിരുന്നു. ഇത് ഓൺ ചെയ്യുകയാണെങ്കിൽ ഇനിയുള്ള ചാറ്റ്സിലൊക്കെ എന്താവും, ഈ ഒരു ഈ ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് മാത്രമായിരിക്കുള്ളൂ ചാറ്റ് ജി പി ടി നമുക്ക് ആൻസർ തരിക. അതായത് ചാറ്റ് ജി പി ടി ഓൾറെഡി മൈൻഡ് സെറ്റ് ചെയ്തു. എന്താ, ഇദ്ദേഹം ഒരു 12-year-old സ്റ്റുഡന്റ് ആണ്, 7th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പൊ ആള് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇംഗ്ലീഷൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, അല്ലെങ്കിൽ എന്താണ് വളരെ ഷോർട്ട് ആയിരിക്കണം ആൻസർ. ഇതൊക്കെ ആള് എന്താണ് ചാറ്റ് ജി പി ടി മനസ്സിലാക്കിയിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇനി ഞാൻ എന്ത് ചോദ്യം ചോദിച്ചാലും എനിക്ക് ഈ രീതിയിലുള്ള ആൻസർ, ലൈക്ക് ഈ ഒരു ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടുള്ള ആൻസേഴ്സ് എനിക്ക് കിട്ടുള്ളൂ. ഓക്കെ, നമ്മൾക്ക് അത് നോക്കാം എങ്ങനെയാണ്. അപ്പോ സേവ് ഞാൻ കൊടുത്തു. ഇതിന് നേരെ നമ്മളിലേക്ക് ആ ഇന്റർഫേസ് തന്നെ വന്നേക്കാണ്. അപ്പൊ ഞാൻ കൊടുക്കുകയാണ്, ഞാനിപ്പോ ഒരു കൊടുക്കുകയാണ്. ഒന്നും സിമ്പിൾ ആയിട്ട് വാട്ട് ഈസ് velocity. ഞാൻ കഴിച്ചു. ഇതുണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തേക്കാണ്. ലൈക്ക് ഒരു 12-year-old സ്റ്റുഡന്റ് ആണോ, അപ്പൊ ആൾക്ക് വേണ്ടത് എങ്ങനെയാണോ എന്നുള്ളത് ആ രീതിയിലാണ് എക്സ്പ്ലനേഷൻ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. Velocity is how fast something move in a certain direction. കണ്ടോ, വളരെ സിമ്പിൾ എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇമാജിൻ കാർ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. എന്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്, എന്ത് നമ്മൾ ഒരു എക്സാമ്പിളും കൂടെ ഇതിൽ കൂടെ ഇൻക്ലൂഡ് ചെയ്യിക്കണം എന്നുള്ളത്, അതും ചെയ്തിട്ടുണ്ട്. ഗോയിങ് 6 km/h to the east. കണ്ടോ, അപ്പൊ ഇത്തരം കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ അത്ര സിമ്പിൾ ആണ്. ഞാനിപ്പോ ഇനി വേറൊരു കാര്യം ചോദിക്കുകയാണ്. സോറി, വാട്ട് ഈസ് സ്പീഡ് ചോദിക്കാം. അതിനും എക്സ്പ്ലനേഷൻ തന്നാണ്. അതിനും സെയിം എക്സ്പ്ലനേഷൻ വിത്ത് ഇമോജി. ഇമോജി ഒക്കെ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു എന്താണ് ഇമോജി കൂടെ യൂസ് ചെയ്യണം, ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആവും എന്നുള്ള രീതിയിൽ ഞാൻ ഓൾറെഡി ഇവിടെ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എക്സാമ്പിൾസും കൂടെ ആഡ് ചെയ്യണം. ഒരു ടീച്ചർ പറഞ്ഞു തരുന്ന രീതിയിൽ വേണം പറഞ്ഞു തരാനായിട്ട്. പിന്നെ പ്ലീസ് ഡോണ്ട് യൂസ് അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ഒന്നും അതിൽ യൂസ് ചെയ്തിട്ടില്ല. വളരെ സിമ്പിൾ ടേംസിൽ എന്താണ് ഒരു ആൾക്ക് ഒരു ബിഗിനർ ലെവലിൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നിരിക്കുന്നു. അതുപോലെ തന്നെ ആൻസർ ഷോർട്ട് ആയിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം. പിന്നെ 10-year-old സ്റ്റുഡന്റ് ആണ്. ലൈക്ക് അതൊക്കെ എന്താണ് ചാറ്റ് ജി പി ടി ഇവിടെ ശ്രദ്ധിച്ചേക്കാണ്. ഇതൊക്കെ ഇതുണ്ടോ എന്റെ ലൈക്ക് ഇപ്പോ നോക്കുമ്പോൾ ഇന്ന ആളാണ്, ഇന്നതാണ് വേണ്ടത് എന്നുള്ള ഓൾറെഡി ചാറ്റ് ജി പി ടിക്ക് ഒരു ഐഡിയ ഉണ്ട് നമ്മളെ പറ്റിയിട്ട്. അപ്പൊ ഈ കസ്റ്റം ഇൻസ്ട്രക്ഷൻ നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ കൊടുത്തത് ഒരു 12-year-old സ്റ്റുഡന്റിന്റെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് എന്ത് കൊടുക്കാം. ഇപ്പോ നിങ്ങളൊരു ബിസിനസ്സുകാരനാണ്, അല്ലെങ്കിൽ ഞാൻ ഒരാളാണ്, എന്റെ പ്രൊഫൈൽ ഇതാണ്, ഞാൻ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി നടത്തുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ഞാൻ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് നടത്തുന്ന കമ്പനി നടത്തുന്ന ഒരാളാണ്, ഇന്ന ആളാണ്. സോ ഇതാണ് എന്റെ ഫോം. സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം, നിങ്ങൾക്ക് പറ്റുന്ന അത്രയും സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. 1500 words വരെ നമുക്ക് ഇതിൽ എഴുതാം. ഓക്കെ, സോ നമ്മളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. പിന്നെ എനിക്ക് വേണ്ടത്, അപ്പൊ ഞാൻ ചിലപ്പോൾ പറയാം എനിക്ക് ഇവിടെ പ്രൊഫഷണലും അഡ്വാൻസ്ഡുമായിട്ടുള്ള ഇംഗ്ലീഷ് ആണ് വേണ്ടത്, പ്രൊഫഷണൽ വേ ഓഫ്
കമ്മ്യൂണിക്കേഷൻ ആണോ വേണ്ടത്, ലൈക്ക് അതെങ്ങനെയാണോ നമ്മളെ റിക്വയർമെന്റ് വരുന്നത് അതിനനുസരിച്ച് താഴെ കൊടുക്കാം. വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല, സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിരുന്ന രീതിയിൽ മാറ്റിയോ മറിച്ചോ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ചാറ്റ് ജി പി ടിയുടെ കസ്റ്റം ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ടൂള് അല്ലെങ്കിൽ എന്ന് പറയുന്ന ടോപ്പിക്കോ ടെക്നിക്കോ എന്തോ. സോ ഇത് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ യൂസ് ചെയ്യാം. നിങ്ങളുടെ റിക്വയർമെന്റ് എന്താണോ ആ റിക്വയർമെന്റ് അനലൈസ് ചെയ്തിട്ട് ഫസ്റ്റ് സിസ്റ്റത്തിനെ എഡ്യൂക്കേറ്റ് ചെയ്യാം. ദെൻ എന്ത് കൊടുക്കുക, സിസ്റ്റത്തിന് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. എനിക്ക് വേണ്ടത് ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെ വേണം എന്നൊക്കെ ഉള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. അത് ഞാനിപ്പോ ഒരു കാര്യം കൂടി പറയാം. ഞാനിത് ഓഫ് ചെയ്തു, എനേബിൾ ഫോർ ന്യൂ ചാറ്റ്സ് ഓഫ് ചെയ്തു. ദെൻ സേവും ചെയ്യാമല്ലോ. സേവ് ചെയ്തു. ദെൻ ഞാൻ ഈ സെയിം ക്വറി കൊണ്ടൊന്ന് പേസ്റ്റ് ചെയ്തു. ഈ സെയിം പ്രോംപ്റ്റ് ഞാൻ ചെയ്തു. എന്തായിരിക്കും ആൻസർ വരാൻ നോക്കാം. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ നമ്മളുടെ കസ്റ്റം ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ നമ്മളുടെ കസ്റ്റം ഇൻസ്ട്രക്ഷൻ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉള്ളവര്, ഇനിയും എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ളവര് നമ്മളുടെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഹാലൂസിനേഷൻ. വേർഡ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് എന്താ അണ്ടർസ്റ്റാൻഡിങ് ഹാലൂസിനേഷൻ എന്ന് പറയുന്ന ടോപ്പിക്. അതായത് ഞാൻ ആദ്യമേ നമ്മൾ പറഞ്ഞിരുന്നു, നമുക്ക് ചാറ്റ് ജി പി ടി എന്ന് പറയുമ്പോൾ എല്ലാം ആക്യുറേറ്റ് ആണ് എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. കുറെ കാര്യങ്ങൾ അസ്യൂം ചെയ്യും ചാറ്റ് ജി പി ടി ശരിയാണെന്ന് പറഞ്ഞിട്ട് കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് ആൻസേഴ്സ് തരും. പക്ഷെ അത് ശരിയായിക്കൊണ്ടൊന്നുമില്ല, നമ്മളാണത് കൺഫേം ചെയ്യേണ്ടത്. അതായത് ഇപ്പോ ലൈക്ക് ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണെങ്കിലും നമ്മളിപ്പോ ചോദിക്കുമ്പോഴേക്കും മേ ബി നമുക്ക് തരുന്ന ഡേറ്റോ കാര്യങ്ങളോ ഒക്കെ ചില സമയത്ത് എന്താ മിസ്റ്റേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ അത് ഇങ്ങനെ ആയിരിക്കും എന്നുള്ള അസ്യൂം ചെയ്യുന്നതായിരിക്കും. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, ഇത് പല സോഴ്സിൽ നിന്ന് എടുക്കുന്ന ഡാറ്റാസും ഇൻഫർമേഷൻസും ആണ്. അപ്പൊ പല സോഴ്സിലും ചിലപ്പം പല രീതിയിൽ ഇൻഫർമേഷൻസ് വരാം. ചിലപ്പോൾ ആക്യുറേറ്റ് അല്ലാത്തൊരു ഇൻഫർമേഷൻ അസ്യൂം ചെയ്തിട്ട് നമ്മൾക്ക് കറക്റ്റ് ആൻസർ ആണ് എന്ന് പറഞ്ഞ രീതിയിൽ എന്ത് ചാറ്റ് ജി പി ടി ഡെലിവർ ചെയ്യാം. ആ ഡെലിവർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്, ആ ഒരു എന്താ പറയാ, ആ ഒരു പ്രവൃത്തിയാണ് നമ്മൾ പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഹാലൂസിനേഷൻസ് എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മളിപ്പോ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ കൊടുക്കുകയാണ്, ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ കൊടുക്കുകയാണ്, മോസ്റ്റ് ഓഫ് ദ ടൈം സിസ്റ്റം ഫെയിൽ ആവും. എന്നാലും ഇത് തന്നെയാണ് ആൻസർ എന്ന രീതിയിൽ നമ്മൾക്ക് ആൻസേഴ്സ് തരും. മനസ്സിലായോ? ഇതിപ്പോ എന്തെങ്കിലും ഒരു ഹിസ്റ്ററിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ചോദിച്ചാലും ചിലപ്പോ എല്ലാ കാര്യവുമല്ല ഞാൻ പറഞ്ഞത്, എന്നാലും ഹാർഡ്ലി ഒരു 10% അതിനുള്ള ചാൻസ് എപ്പോഴും ഉണ്ട്. അപ്പൊ അത് മനസ്സിലാക്കുക എന്നുള്ളത് ലൈക്ക് ഈ ഒരു ടോപ്പിക്കിൽ വലിയൊരു എക്സ്പ്ലനേഷൻ ഇല്ല, ലൈക്ക് ഒരു ഡ്രോബാക്ക് തന്നെയാണ്. അപ്പൊ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഞാനിപ്പോ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഞാനിപ്പോ കാണിക്കാം, ലൈക്ക് ഒരു ഓപ്പറേഷൻ ഞാൻ കാണിക്കാം. അപ്പോഴേക്കും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അതായത് ഇപ്പോ ചാറ്റ് ജി പി ടി എടുക്കാമോ, ഞാൻ ന്യൂ ചാറ്റ് എടുക്കും. ന്യൂ ചാറ്റില് കസ്റ്റം ഇൻസ്ട്രക്ഷൻ ഓഫ് ആണോ എന്ന് നോക്കില്ല. ഓക്കെ, ഞാനിപ്പോ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ കൊടുക്കുകയാണ് സിസ്റ്റത്തിന്. അതായത് calculate ഞാൻ പറയാണ് 1 2 3 times 4 5 6
times 7, 8, 9. അല്ലെങ്കിൽ ഓക്കെ ഇങ്ങനെ കൊടുത്താൽ മതി. എന്തായിരിക്കും ആൻസർ നോക്കാം. ഇതാണ് നമുക്ക് ഇപ്പൊ ChatGPT തന്നിരിക്കുന്ന ആൻസർ. സീംസ് ലൈക്ക് യു ആർ ആസ്കിങ് ഫോർ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതാണ് അപ്പൊ 3 നമ്പേഴ്സ് സിംപ്ലി മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആൻസർ ആണ്. ഞാനിപ്പോ ഇത് കാൽക്കുലേറ്റർ എടുക്കാം. കാൽക്കുലേറ്റർ ഉണ്ട്. Uh, 1, 2, 3 into 4, 5, 6, then into 7, 8, 9 എന്നത് കൊടുത്തു. എനിക്ക് കിട്ടിയിരിക്കുന്ന ഫിഗർ എത്രയാണ്? അതായത് 44, 2, 5, 3, 4, 3, 2 വലിയ ഫിഗറാണ്. അപ്പൊ ഇത് തന്നെയാണോ ChatGPT നമുക്ക് കിട്ടിയിരിക്കുന്നത് നോക്കാം. അല്ലല്ലോ, മനസ്സിലായോ? ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ റിസൾട്ട് വേരി ചെയ്യാം. നമ്മൾ കൊടുക്കുന്ന ആൻസേഴ്സ് ലൈക്ക് പ്രോംപ്റ്റ് പോലെ ചിലപ്പോൾ ചെറിയ ഓപ്പറേഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ആൻസേഴ്സ് തരും. ലൈക്ക് ഇതുപോലത്തെ ഓപ്പറേഷൻസ് ഒക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം, ഷുവർ ആണോ എന്നുള്ളത് നിങ്ങളും ഉറപ്പുവരുത്തേണ്ടതാണ്. സിസ്റ്റം നമ്മൾക്ക് ഇങ്ങനത്തെ ആൻസേഴ്സ് തരും. ഓക്കെ, അപ്പൊ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. അപ്പൊ അതാണ് ഇവിടുത്തെ പ്രോബ്ലം വരുന്നത്. നമ്മൾ കൊടുക്കുന്ന ഓപ്പറേഷൻസ് നമ്മൾ ലൈക്ക് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ആണെങ്കിലും ഹിസ്റ്റോറിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ലൈക്ക് കണ്ടന്റ് ഒക്കെ നമുക്ക് കുഴപ്പമില്ല. ലൈക്ക് നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാലും കണ്ടന്റിലൊക്കെ ഒന്നും അധികം മിസ്റ്റേക്സ് ഒന്നും വരുത്താറില്ല പൊതുവെ. അപ്പോ ഇതിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കുന്നത് മേ ബി ചില സമയത്ത് നമ്മൾ മിസ്റ്റേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ ഈ ഒരു ടോപ്പിക് കൂടെ നമ്മളുടെ ഈ ഒരു പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇനിയും വരുന്നുണ്ട്. അപ്പൊ സോ മിസ് ചെയ്യണ്ട, സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യാം, ഫോളോ ചെയ്യാം. ഓക്കെ, ഹലോ ഗൈസ്, ദിസ് ഈസ് അമൽ ഫ്രം എക്സൻ ലിമിറ്റഡ്. എക്സനിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ChatGPTയുടെ ഫൈനൽ പാർട്ടാണ്. ഇതിനു മുന്നേ ഒരുപാട് വീഡിയോസ് നമ്മൾ പാർട്ട് ബൈ പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ ആദ്യത്തെ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക, ഇൻഫോർമേറ്റീവ് ആയിരിക്കും. ഓക്കെ, ദെൻ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് കണ്ടന്റ്, നമ്മളൊരു ലോങ് കണ്ടന്റ് കൊടുത്തിട്ട് ആ കണ്ടന്റിനെ സോർട്ട് ചെയ്ത് ഒരു സമ്മറൈസ് ചെയ്ത് അത് തന്നെ ഒരു പല ടോൺസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ ഇതിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് സമ്മറൈസേഷൻ ആൻഡ് എക്സ്ട്രാക്ഷൻ. എന്താണ് സമ്മറൈസേഷൻ ആൻഡ് എക്സ്ട്രാക്ഷൻ? സമ്മറൈസേഷൻ എന്ന് പറയുന്നത് സമ്മറൈസേഷൻ ആൻഡ് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. അതായത് നമ്മൾ നേരത്തെ ചെയ്തതുമായിട്ടൊക്കെ കണക്റ്റഡ് ആണ്. അതായത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലാർജ് ഇൻപുട്ട് ഡാറ്റ, ടെക്സ്റ്റ് ഡാറ്റ കൊടുക്കുകയാണ്. അപ്പൊ ആ കൊടുക്കുന്ന ഡാറ്റാസ് ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലോങ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം, ഒരുപാട് സമയം എടുത്ത് വായിക്കേണ്ട കുറെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. മേ ബി അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജസ് നമുക്ക് ഒരു പക്ഷേ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ലാംഗ്വേജസ് ആയിരിക്കാം. ഈവൻ അത് വേറെ ലാംഗ്വേജ് ആയിരിക്കാം. അപ്പൊ സോ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ലാംഗ്വേജ് അല്ലെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് ഡാറ്റയെ നമ്മൾ കോപ്പി ചെയ്തിട്ട് നമ്മൾ ChatGPTയിലേക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന കമാൻഡ് ആണ് സമ്മറൈസ് ചെയ്യാൻ. ആ ഒരു ഡാറ്റേനെ, ആ ഒരു ടെക്സ്റ്റ് ഡാറ്റേനെ സമ്മറൈസ് ചെയ്ത് തരും. എന്നിട്ട് നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് സമ്മറൈസേഷൻ ആൻഡ് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ലോജിക്കൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ഓക്കെ, അപ്പം ഇതെങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം തന്നെ അതിന് താഴെ തന്നെ ഉള്ളതാണ് ട്രാൻസ്ഫോർമേഷൻസ്, ലൈക്ക് ടോൺസ് ആൻഡ് ഫോർമാറ്റ്. ട്രാൻസ്ഫോർമേഷൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ആ ഡാറ്റ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞു ആ സെയിം ഡാറ്റയിൽ തന്നെ നമുക്ക് ചെയ്യും. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഡാറ്റയുടെ ഔട്ട്പുട്ടിലേക്ക് നമുക്ക് പറയാം ഇന്ന ടോണിൽ വേണം, എനിക്ക് ലൈക്ക് ഒരു ഫണ്ണി ടോൺ വേണം, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ
ഫോർമാറ്റ് ആയിരിക്കണം നമുക്ക് ഡിമാൻഡ് ചെയ്യാം. അത് ഏത് ഫോർമാറ്റിലോ ഏത് ടോണിലോ നമുക്ക് വേണം, നമുക്ക് എങ്ങനെ റിസീവ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് നമുക്ക് അത് കസ്റ്റമൈസ് ചെയ്ത് അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് എടുക്കാം. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് വരുന്നതാണ് എക്സ്പാൻഷൻ. എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റോ നമുക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യോ എന്ന് പറഞ്ഞിട്ട് സിസ്റ്റത്തിൽ റിക്വസ്റ്റ് ചെയ്യാം. ഒന്നും കൂടെ ആ ഒരു കണ്ടന്റ് എലാബറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എന്താ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് മൂന്നും നമുക്ക് ഒരൊറ്റ എക്സാമ്പിൾ തന്നെ ചെയ്ത് കാണിക്കാം. സോ ഫസ്റ്റ് സമ്മറൈസേഷൻ ആൻഡ് എക്സ്ട്രാക്ഷനിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. ഓക്കെ, then ChatGPT എടുക്കുക. ഓൾറെഡി എൻ്റെ അക്കൗണ്ട് ഇവിടെ ഓൾറെഡി ലോഗിൻ ആയിട്ടുണ്ട്. അപ്പോൾ സോ ഞാനപ്പോ എന്താ ഞാനിപ്പോ ഈ ഫസ്റ്റ് ടാസ്ക് പെർഫോം ചെയ്യാൻ പോകണം. അപ്പൊ നമുക്ക് ഒരു ഡാറ്റ വേണം, ഒരു ടെക്സ്റ്റ് ഡാറ്റ വേണം. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ആ ഡാറ്റ എവിടെ നിന്ന് എടുക്കും? ഞാനപ്പോ ഒന്ന് ജസ്റ്റ് ഒരു ടോപ്പിക് എടുക്കുകയാണ്, കേരള ടൂറിസം. സോറി, ടൂറിസം. വിക്കിപീഡിയ ഒന്ന് സെർച്ച് ചെയ്യണം. സോ ഇതാണ് എന്റെ കണ്ടന്റ്. അപ്പൊ ഞാൻ ഈ കണ്ടന്റ് എന്ത് ചെയ്യാൻ പോവാണ്, ഞാൻ മൊത്തം കോപ്പി ചെയ്തിട്ട് ചിലപ്പോൾ ഇത് ഇത്ര മൊത്തം വായിക്കാനൊക്കെ ആയിട്ട് എനിക്ക് ചിലപ്പോൾ ബോറിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് ടൈം ഉണ്ടാവില്ലായിരിക്കാം. ഞാൻ എന്താ ചെയ്യുന്നത്, ഞാനിപ്പോ കേരള എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ചിലപ്പോൾ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോഴേക്കും അതിനെ പറ്റിയിട്ടൊരു ഒരു 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 ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സമ്മറി വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാം, ഇത് കോപ്പി ചെയ്യാണ്. ഇത്രയും കോപ്പി ചെയ്തു. അതെ, ഞാനിതിവിടെ ഡാറ്റ എന്തായിട്ട് കൊടുക്കുകയാണ്, നേരെ ഇൻപുട്ട് ആയിട്ട് ChatGPT കൊടുക്കുന്നു. ഷിഫ്റ്റ് പ്ലസ് എൻ്റർ വെക്കി അടുത്ത ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പോവാണ്. ഷിഫ്റ്റ് പ്ലസ് എൻ്റർ ആണ് നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് കമാൻഡ് നമ്മൾ ടൈപ്പ് ചെയ്യണം. എന്താണ്? summarize the article in bullet പോയിന്റ്സ്. വേറെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക എത്ര പോയിന്റ്സ് ആണെന്ന്. അപ്പൊ അത് ഞാൻ പറയാണ്, മാക്സിമം ഓഫ് 7 പോയിന്റ്സ്. ഓക്കെ, ഞാനത് കൊടുത്തു. അപ്പോ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് പാരഗ്രാഫിലായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തായിട്ട് കൊടുക്കാം, ഇത് ലൈക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് വളരെ ഒരു സിംഗിൾ പോയിന്റ്സ് ആയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ പോയിന്റ് അത് ലിസ്റ്റ് ഔട്ട് ചെയ്യും. പക്ഷെ അതൊരു സമ്മറി ആവില്ല. മനസ്സിലാവും? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് 7 പോയിന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് അത് ഇത്രയും വലിയൊരു ലോങ് കോണ്ടന്റിനെ എന്ത് ചെയ്തേക്കുന്ന ഈ ഒരു 7 പോയിന്റ്സിലേക്ക്, ബുള്ളറ്റ് പോയിന്റ്സിലേക്ക് ഷോർട്ട് ആക്കിയിട്ട് നമുക്ക് തരും. സോ നമുക്ക് എന്താ ഈസിയാണ്, മനസ്സിലാക്കാൻ ഈസിയാണ്. എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീവേഡ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. സോ ഇത് വായിക്കുന്നതായിരിക്കാം ഈ ഒരു ഇത്രയും വലിയ ടോപ്പിക്കിനേക്കാളും നല്ലത്. നമുക്ക് ഈ ഒരു ടോപ്പിക് വായിക്കുമ്പോൾ തന്നെ ഇതിന് ഐഡിയ കിട്ടും. ഓക്കെ, മനസ്സിലായോ? ഇതാണ് സമ്മറൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് എന്താ, ഞാൻ പറഞ്ഞു എക്സ്ട്രാക്ഷൻ. നമുക്ക് വേണമെങ്കിൽ ഒരു 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 കോട്ടും കൂടെ കൊടുക്കാം. ലൈക്ക് സി extract major tourist attractions
കേരള. ഉം. ഇതുണ്ടോ? കണ്ടന്റിൽ നിന്ന് മാക്സിമം എക്സ്ട്രാക്ട് ചെയ്തെടുത്തേക്കുന്നത് എന്തൊക്കെയാണ് അട്രാക്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഓൾറെഡി നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് തന്നേക്കാണ്. എന്തൊക്കെയാണ് ഉള്ളത്, എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ ഉള്ളത് ചെയ്യാം. അത്രയേ ഉള്ളൂ ഈ ഫസ്റ്റ് ടോപ്പിക്കിൽ വരുന്നത്. അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഒരു കണ്ടന്റ് വലിയൊരു കണ്ടന്റ് ആണെങ്കിൽ ആ കണ്ടന്റ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ആ കണ്ടന്റ് GPTയിൽ കൊടുക്കാം. ഈവൻ ഇപ്പൊ അതൊരു സ്പാനിഷോ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ആണെങ്കിൽ പോലും നമുക്ക് ആദ്യം പറയാം എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യാൻ പറയാം. കൺവേർട്ട് ചെയ്തിട്ട് സമ്മറി എടുക്കാൻ പറയാം. സമ്മറി എടുത്തതിന് ശേഷം അതിൽ നിന്നുള്ള പോയിന്റ്സ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിലായോ? ഇതാണ് ഫസ്റ്റ് ആ ഒരു ഫസ്റ്റത്തെ ആ ഒരു മെത്തേഡിന്റെ യൂസ് വരുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. അതായത് എന്താണ് ഇത്? ട്രാൻസ്ഫോർമേഷൻ. ട്രാൻസ്ഫോർമേഷൻ ടോൺസ് ആൻഡ് ഫോർമാറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇത് നമുക്ക് ഈ സെയിം കണ്ടന്റിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഓക്കെ എവിടെ ഇതാണ് നമ്മളുടെ കണ്ടന്റ്. ഞാനിപ്പോ ഇവിടെ റീറൈറ്റ് ചെയ്യണം. ഇവിടെ റീറൈറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എന്താ ഈ ക്വറി അല്ലെങ്കിൽ ഈ കമന്റ്, ഞാൻ ഈ കമന്റ് നമ്മൾ മാറ്റുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രോംപ്റ്റ് നമ്മൾ മാറ്റുകയാണ്. നമ്മൾ അതിന് പകരം വേറെ ഫോർമാറ്റ് കൊടുക്കുക. ഞാനിപ്പോ ഇത് ഈ ഒരു വിക്കിപീഡിയ ആർട്ടിക്കിൾ എടുത്തിട്ട് ഞാനപ്പോ പറയാണ്, ഞാനിപ്പോ ഒരു ടൂർ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് എന്റെ റിക്വയർമെന്റ് എന്ന് പറയുന്നത്, അതായത് ആളുകൾക്ക് ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഈ കേരള എന്ന് പറയുന്ന പ്ലേസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ആളുകള് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യാച്ചി ആയിട്ടുള്ള ഒരു കണ്ടന്റ് റെഡിയാണ്. മനസ്സിലായോ? ആ രീതിയിൽ സംസാരിക്കണം. അപ്പൊ ലൈക്ക് ആ ഒരു ടോണിൽ എനിക്ക് വേണം. അപ്പൊ ഞാൻ എന്താ അത് ഡിമാൻഡ് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പൊ ഞാനപ്പോ കൊടുക്കാൻ പോവാണ് ട്രാൻസ്ഫോം the above text or article in the form of a travel agency informing what people to visit Kerala. Okay, people to visit Kerala. ഓക്കെ, ഇതാണ് നമ്മളുടെ ടോപ്പിക്ക് വരുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം, ഒരു കമന്റ് കൂടി കൊടുക്കാം. യൂസ് എമോജീസ് എന്നോ സോറി എമോജീസ് എന്നോ അങ്ങനെ എന്തായാലും നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, ഒന്ന് ഔട്ട്പുട്ട് നോക്കാം. കണ്ടന്റ് അവിടെ റെഡി ആയില്ലേ? മനസ്സിലായോ? വളരെ ഷോർട്ടായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലൊരു ഷോർട്ട് കണ്ടന്റ് നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളിൽ നിന്നായിരിക്കും എന്താ ഈ ഒരു ഡാറ്റാസിനെ എന്ത് ചെയ്യുന്ന അനലൈസ് ചെയ്തിട്ട് ഈ ഒരു ഫോർമാറ്റിലേക്ക് എത്തിക്കുന്നത്. മനസ്സിലായത്? അപ്പോൾ ആ ഒരു ടോൺ ഞാൻ പറഞ്ഞല്ലോ, അതായത് എന്താണ് ട്രാവൽ ഏജൻസീസ് ആളുകളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി, അവരെ കസ്റ്റമേഴ്സിന് ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടോണിൽ വേണം ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ടോണാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഫോർമാറ്റ് ഇതാണ്. ടേബിൾ ടേബിൾ ഫോർമാറ്റ് എന്ന് പറയാണ്.
കണ്ടോ ആ ഫോമാറ്റിൽ വരുന്ന ഡിഫറൻസ് കണ്ടോ? അതൊരു ടേബിളിലാക്കിയിട്ട് തരാം. സീറ്റ് നമുക്ക് വേണ്ടത് എങ്ങനെയാണോ, ഏത് ഫോമാറ്റിലാണോ വേണ്ടത് ആ ഫോമാറ്റ് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. നമ്മൾ നേരത്തേതായിട്ട് ചെയ്തതായിട്ടൊക്കെ ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ലൈക്ക് ഇതും ഇതിന്റെ ഒരു പർപ്പസ് ആണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് മാത്രം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് പറയുന്നത് എക്സ്പാൻഷൻ ആണ്. എക്സ്പാൻഷൻ മീൻസ് സി നമ്മളിപ്പോ ഇപ്പൊ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇതിലിപ്പോ ഏതെങ്കിലും ഒരു വേർഡ് എടുത്തു കഴിഞ്ഞാൽ ലൈക്ക് ഇപ്പോ സി എന്തെങ്കിലും അറിയാൻ പാടില്ലാത്ത ഏതെങ്കിലും ഒരു വേർഡ് ഉണ്ടെങ്കിൽ സി വി ക്യാൻ കോപ്പി പേസ്റ്റ് ആൻഡ് ആസ്ക് ലൈക്ക് എക്സ്പ്ലെയിൻ ബാക്ക് ഓർഡേഴ്സ് ഇൻ കേരള, ലൈക്ക് അങ്ങനെ കൊടുത്താൽ മതി. അപ്പൊ എന്താ താഴെ തന്നെ കൊടുത്താൽ മതി. ലൈക്ക് ഞങ്ങൾക്ക് കൊടുക്കാണ് പ്ലീസ് explain backwaters കണ്ടോ? അപ്പൊ അത് എക്സ്ട്രാക്ട് ചെയ്തിട്ട് കിട്ടുകയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ നേരത്തെ ചെയ്ത് നോക്കുമ്പോഴേക്കും ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. സി ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോ പറഞ്ഞതിൽ ഫസ്റ്റ് ടോപ്പിക്ക് സി ഇപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ലാംഗ്വേജിൽ നിന്ന് നമുക്ക് സമ്മറൈസേഷൻ എടുക്കാം, എന്നിട്ട് അത് എക്സ്ട്രാക്ട് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിന്റെ ടോൺ ചേഞ്ച് ചെയ്യാൻ പറ്റും. ടോൺ ചേഞ്ച് ചെയ്തതിനു ശേഷം എന്താക്കാൻ പറ്റും, അതിലുള്ള ഏതെങ്കിലും ഒരു കണ്ടന്റിനെ വീണ്ടും എലാബറേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിന്റെ യൂസ് വരുന്നത്. അപ്പൊ നിങ്ങളൊരു നിങ്ങളുടെ വർക്കിലോ കാര്യങ്ങളിലൊക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ കണ്ടന്റ് മാക്സിമം എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റുന്ന രീതിയിലേക്ക്, മാക്സിമം എൻഗേജിങ് ആക്കാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ ഈ ഒരു ടോപ്പിക്സ് ലൈക്ക് ഈ ഒരു ടെക്നിക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് പറ്റും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ ഫൈനൽ പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് മോർ അപ്ഡേറ്റ്സ് ലൈക്ക് മോർ എന്തെങ്കിലും കണ്ടന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമന്റ്. അപ്പോൾ നമുക്ക് അത് കൺസിഡർ ചെയ്യാം, നമുക്കത് തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ ChatGPT ബേസിക് ആയിട്ടുള്ള പ്രോംപ്റ്റും കാര്യങ്ങളും, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിന്റെ ബേസിക് പ്രോംപ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങളുടെ അഭിപ്രായമോ ഉണ്ടെങ്കിൽ പ്ലീസ് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. ഓക്കെ, അപ്പോൾ ബൈ ബൈ.